عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان. الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة النخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان. خلق الإنسان من صلصال كالفخار. صدق الله العلي العظيم. السلام عليكم. الحمد لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب عليه الحساب وإليه الإياب له الملك وله الحمد وهو على كل شيء قدير والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. സദസ്സിലിരിക്കുന്ന ഹെവൻസ് പ്രീ സ്കൂൾ സുൽത്താൻ ബത്തേരിയുടെ ആനുവൽ ഡേ ആൻഡ് കോൺവൊക്കേഷൻ സെറിമണിക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, കുഞ്ഞുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു സദസ്സിൽ ഇപ്പോൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനുമായി ലയിച്ച് ചേർന്നുകൊണ്ട് കിൻഡർഗാർട്ടൻ പഠനം കൊണ്ടുപോകാൻ സാധിക്കുന്ന വളരെ സൗഭാഗ്യവാന്മാരായ മക്കളുടെ പഠനം പൂർത്തിയാക്കി അവരിറങ്ങുമ്പോഴുള്ള കോൺവൊക്കേഷൻ പരിപാടിയിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഈ പ്രൗഢമായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ബഹുമാനിയായ ചെയർപേഴ്സൺ റസീന അബ്ദുൽ ഖാദർ മാഡം അവരാണ്. വളരെ ആദരപൂർവ്വം ഹൃദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് ഞാൻ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ CK സമീർ സാറാണ്. ആദരപൂർവ്വം അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബിരുദ ദാനം കോൺവൊക്കേഷൻ നിർവഹിക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന പണ്ഡിതൻ ഉമ്മുൽ ഖുറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോളി ഖുർആൻ വയനാട് ഡയറക്ടർ ബഹുമാനായ ഡോക്ടർ ഇല്യാസ് മൗലവി അവർകളാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദരപൂർവ്വം സ്നേഹപൂർവ്വം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ഹെവൻസിൻ്റെയും ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂളിൻ്റെയും ഒക്കെ
പ്രിൻസിപ്പൽ, ഐഡിയൽ സ്നേഹഗിരിയുടെ പ്രിൻസിപ്പൽ ബഹുമാനായ ജാസ് MA സാറാണ്. വളരെ ആദരപൂർവ്വം സാറിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ഇത് ഉൾക്കൊള്ളുന്ന ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ജനാബ് വി മുഹമ്മദ് ഷരീഫ്, അതുപോലെ തന്നെ ഹെവൻസ് പ്രീ സ്കൂളിൻ്റെ ബഹുമാനായ PTA പ്രസിഡന്റ് ഹാവിർ സലീം, MPTA പ്രസിഡന്റ് ഫർസാന എന്നിവരാണ്. വളരെ ഹൃദ്യമായി സ്നേഹപൂർവ്വം ഇവരോരോരുത്തരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ ഒരു വർഷത്തെ സംക്ഷിപ്ത റിപ്പോർട്ട് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഹെവൻ സെക്ഷൻ്റെ പ്രിൻസിപ്പൽ മിസ് അസ്മില CA മാഡമാണ്. വളരെ ആദരപൂർവ്വം ഹൃദ്യമായി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന അൻസിഫ്, ജസ്ല ഷെറിൻ, വോട്ട് ഓഫ് താങ്ക്സ് നിർവഹിക്കുന്ന KGയുടെ കോർഡിനേറ്റർ സബീന മാം, എല്ലാവരെയും വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ മക്കളുടെ ഈ കോൺവൊക്കേഷൻ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷിതാക്കൾ, അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ വെൽവിഷേഴ്സ്, എല്ലാവരെയും ഒറ്റവാക്കിൽ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ രക്ഷിതാക്കളെ, എൻ്റെ സഹപ്രവർത്തകരെ, കുഞ്ഞുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാം ഏവരും വളരെയധികം സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിമിഷങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കുരുന്നു മക്കളുടെ ഈ ഒരു വർഷത്തെ കളിയും ചിരിയും പഠനവും ഒക്കെ സമാപിക്കുന്ന ഒരു ആഘോഷത്തിൻ്റെ വേദിയിലാണ് നാം ഓരോരുത്തരും ഇവിടെ സന്നിധരായിട്ടുള്ളത്. ഹെവൻസിൻ്റെ 11ാം വാർഷികം ആണ് ഇവിടെ നാം ആഘോഷിക്കുന്നത്. 150-ൽ പരം മക്കൾ നമ്മളിൽ നിന്ന് ഖുർആൻ മുഴുവൻ ഹത്തം തീർത്തുകൊണ്ട് നമ്മളിൽ നിന്ന് പടിയിറങ്ങിപ്പോയിട്ടുണ്ട്. അതാലോചിക്കുമ്പോൾ തന്നെ ഒരു അധ്യാപിക എന്ന നിലയിൽ വളരെയധികം തന്നെ സന്തോഷവും അഭിമാനവും തന്നെയുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മൾ ഖുർആനിലെ ഓരോ ഹർഫ് ചൊല്ലുന്നതിനും അതിനുള്ള പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുന്നുള്ളത് അല്ലേ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഖുർആനിൻ്റെ സൂക്തങ്ങൾ ആദ്യമായി ഓതിക്കൊടുക്കാൻ കഴിഞ്ഞു, അതല്ലെങ്കിൽ അതിനുള്ള അക്ഷരങ്ങൾ ഞങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നത് ആലോചിക്കുമ്പോൾ തന്നെ എത്രമാത്രം അള്ളാഹുവിനെ സ്തുതിച്ചാലും മതിയാവുകയില്ല. കാരണം ഇങ്ങനത്തെ ഒരു അവസരം അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അള്ളാഹ് തിരഞ്ഞെടുത്തുള്ളവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അള്ളാഹു തആല നടത്തിയതിന്, അതിന് ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് അള്ളാഹുവിനെ എത്രത്തോളം സ്തുതിച്ചാലും അത് മതിയാവുകയില്ല. കുട്ടികളുടെ ബുദ്ധി വികാസം വളരുന്ന ഒരു പ്രായത്തിലാണല്ലേ നമ്മുടെ ഹെവൻസിലെ മക്കൾ നമ്മളെടുത്ത് വരുന്നത്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കുട്ടികളുടെ ബുദ്ധിവികാസം വളരുന്നത് എന്ന് പറയുന്നത് 70%. ഈ 70% വളരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ വെറും ഒരു അക്ഷരങ്ങൾ മാത്രമല്ല അവർ പഠിക്കുന്നത്. വെറും അക്ഷരങ്ങളോ അക്കങ്ങളോ അതിനേക്കാളൊക്കെ ഉപരി അവർ അള്ളാഹുവിനെ സ്നേഹിക്കാനും നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ചുറ്റുമുള്ളവരെ ബഹുമാനിക്കാനും, അവരെ സമപ്രായക്കാരെയാണെങ്കിൽ പോലും അവരെ കെയർ ചെയ്യാനും അവർക്ക് പങ്കിടാൻ വേണ്ടിയിട്ടും, അങ്ങനെ ഒരു നല്ല മനുഷ്യന് വേണ്ടി ഉതകുന്ന എല്ലാ കാര്യങ്ങളും അവർ പഠിക്കുന്നു. അതിനോട് കൂടെ തന്നെ നമ്മുടെ മക്കൾ രാവിലെ എഴുന്നേറ്റത് മുതൽ അവർ ഉറങ്ങുന്നത് വരെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് തന്നിട്ടുള്ളതിന് അവർ ഓരോ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഹെവൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തർ പഠിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെയാണ് അല്ലേ. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും അവർ നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, അവിടെ രക്ഷിതാക്കൾക്ക്, നമ്മുടെ ഫാമിലിക്ക്, അവരുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത് അവർ മുഴുവനും അത് ആലോചിക്കുന്നു, അത് പിന്തുടരുന്നു എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. അതൊന്നും മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കാത്തൊരു കാര്യം തന്നെയാണ് അല്ലേ. നമ്മുടെ ഇസ്ലാമിക മൂല്യങ്ങൾ, അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം അവർ ഒരു നല്ലൊരു മനുഷ്യന് കൂടെ ആവുകയാണ് ഈ ഒരു കുറഞ്ഞ ഒരു പ്രായപരിധിയിൽ തന്നെ.
നമ്മൾക്ക് ഓരോരുത്തർക്കും തന്നെ അറിയുന്നതാണ്, ഹദീസിൽ വന്നിട്ടുള്ളതാണ് അല്ലേ. ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും തന്നെയാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരെന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് അവരെത്രമാത്രം ശ്രേഷ്ഠരാണല്ലേ അള്ളാഹു താലയുടെ മുമ്പിൽ. അതുപോലെ തന്നെ അത്തരമൊരു അവസരം നൽകി കൊടുത്ത നിങ്ങളും, അത്തരമൊരു അവസരം ഒരുക്കിയ ഞങ്ങളും എത്രത്തോളം അള്ളാഹുവിൻ്റെ മുമ്പിൽ ശ്രേഷ്ഠന്മാരാണ്. അൽഹംദുലില്ലാ, എത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചാലും നമുക്കത് മതിയാവുകയില്ല. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. നമ്മുടെ മക്കൾ ചെയ്തിട്ടുള്ള ഈ ഒരു വർഷം എന്ന് പറയുന്നത് അവർ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. വെറും ഒരു പഠനമല്ലാതെ അവർ നേടിയിട്ടുള്ള കലാകായിക രംഗത്തും അവരുടെ മാനസികമായിട്ടുള്ള ഈ ഒരു വർഷം അവരുടെ മാനസികമായിട്ടുള്ള വളർച്ചയും അതുപോലെ മറ്റെല്ലാ കഴിവുകളും നിങ്ങളുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നാണ്, നെഞ്ചിൻ്റെ ഇടയിൽ നിന്നാണ് നിങ്ങളുടെ മക്കളെ ഞങ്ങളിൽ ഏൽപ്പിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഈ ഒരു വർഷത്തിൽ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ സ്വായത്തമാക്കിയിട്ടുണ്ട്. ഒരുപാട് ആത്മവിശ്വാസങ്ങൾ അവർക്ക് ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ അവർക്ക് ഞങ്ങൾ നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം, നമ്മൾ ഒരുമിച്ച് അല്ലേ, നമ്മുടെ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് ഒരു പുറമേ ഉള്ളതല്ല. ഹെവൻസിനെ സംബന്ധിച്ചിടത്തോളം ഹെവൻസ് ഫാമിലീൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. വെറും ഒരു അധ്യാപകരും കുട്ടികളും മാത്രമല്ല, അത് അവരുടെ ഗ്രാൻഡ് പാരൻസിൻ്റെതും പാരൻസിൻ്റെയും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നതാണ് ഹെവൻസ് ഫാമിലി എന്ന് പറയുന്നത്. അത്തരം നമ്മളെല്ലാവരും ചേർന്ന് നമ്മളുടെ കുട്ടികളുടെ ഈ ഒരു വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഈ ഒരു വർഷത്തിൽ നമ്മുടെ കുട്ടികൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ സ്ഥാപനം നടത്തി പോയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു സംക്ഷിപ്ത റിപ്പോർട്ടായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. നാം ഏവർക്കും അത് വീക്ഷിക്കാം. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2026 ഫെബ്രുവരി 13 വെള്ളിയാഴ്ച സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ഹെവൻസ് സ്പെക്ട്ര ആനുവൽ ഡേ ആൻഡ് കോൺവെക്കേഷൻ പ്രോഗ്രാമിൽ അവതരിപ്പിക്കുന്ന സുൽത്താൻ ബത്തേരി ഹെവൻസ് പ്രീ സ്കൂളിൻ്റെ 2025-26 വർഷത്തെ സംക്ഷിപ്ത പ്രവർത്തന റിപ്പോർട്ട്. കുറഞ്ഞ കാലയളവിനുള്ളിൽ രക്ഷിതാക്കളുടെയും ദീനീ സ്നേഹികളുടെയും പ്രശംസകൾ പിടിച്ചുപറ്റിയ സംവിധാനമാണ് ഹെവൻസ് പ്രീ സ്കൂൾ സിസ്റ്റം. ശിശു കേന്ദ്രീകൃത പഠന രീതിയിലാണ് ഹെവൻസിൻ്റെ കരിക്കുലവും സിലബസും. 3 വർഷം കൊണ്ട് ഖുർആൻ ഖതം പൂർത്തീകരിക്കുന്നതോടൊപ്പം ഖുർആനിലെ ഏത് ഭാഗവും മനോഹരമായി പാരായണം ചെയ്യാനുള്ള കഴിവ് ആർജിക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിലെ 30-ാം ജുസ് മനഃപ്പാഠമാക്കാനും നിത്യജീവിതത്തിലെ ദിക്റുകളും പ്രാർത്ഥനകളും സ്വായത്തമാക്കാനും കുട്ടികൾക്ക് സാധിക്കുന്നു. ഇംഗ്ലീഷ്, അറബിക്, മലയാളം ഭാഷാ പഠനത്തോടൊപ്പം ശാസ്ത്രഗണിത വിഷയങ്ങളിലും പാഠ്യേതര മേഖലകളിലും നൈപുണ്യം നേടാൻ വിദ്യാർത്ഥികൾക്കാകുന്നു എന്നതും ഈ കോഴ്സിന്റെ പ്രത്യേകതയാണ്. 2015 ജൂൺ 2 പോലീസ് സ്റ്റേഷൻ റോഡിലെ താൽക്കാലിക വാടക കെട്ടിടത്തിൽ ആരംഭിച്ച സുൽത്താൻ ബത്തേരി ഹെവൻസ് പ്രീ സ്കൂൾ 2021 ഐഡിയൽ സ്നേഹഗിരി ക്യാമ്പസിൻ്റെ ഭാഗമായി. നിലവിൽ സ്കൈ 1, സ്കൈ 2, സ്കൈ 3 ക്ലാസുകളിലായി 73 വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നു. കഴിഞ്ഞ 11 വർഷങ്ങളിലായി 150ഓളം വിദ്യാർത്ഥികൾ ഹെവൻസ് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയത് ഏറെ സന്തോഷദായകമായ കാര്യമാണ്. 11ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ സ്ഥാപനം അക്കാദമിക രംഗത്തും പാഠ്യേതര രംഗങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. 2025-26 അധ്യയന വർഷം വർണ്ണപ്പകിട്ടാർന്ന വ്യത്യസ്ത പരിപാടികളോടെ 2025 ജൂൺ 9 ആരംഭിച്ചു. കുരുന്നുകൾക്ക് സമ്മാനങ്ങൾ നൽകിയും മധുരം വിതരണം ചെയ്തും ഹൃദ്യമായ വരവേൽപ്പ് നൽകി. കളിയും ചിരിയും വിവിധ പ്രകടനങ്ങളുമായി 1ാം ദിനം കുട്ടികൾ ഗംഭീരമാക്കി. പ്രത്യേകം ഒരുക്കിയ സെൽഫി പോയിന്റ് സുന്ദര മുഹൂർത്തങ്ങളുടെ ശേഖരണത്തിന് വഴിയൊരുക്കി. സ്കൂൾ ഔദ്യോഗികമായി തുറക്കുന്നതിന് മുമ്പ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തി പരിസ്ഥിതി ദിനം, ബലിപെരുന്നാൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മത്സരങ്ങൾ നടത്തി. വിദ്യാർത്ഥികൾ ആവേശപൂർവ്വം പങ്കെടുത്തതും വീടുകളിൽ തൈകൾ നടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചതും അവിസ്മരണീയമായി. സ്കൈ 3 വിദ്യാർത്ഥികൾ പരിസ്ഥിതി സംരക്ഷണ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന മനോഹരമായ പോസ്റ്ററുകൾ തയ്യാറാക്കി. സ്ഥാപനത്തിലേക്ക് പുതുതായി വന്ന വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വർണ്ണാഭമായി നടത്തി. സ്കൈ 2, സ്കൈ 3 വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളോടെ പുതിയ കൂട്ടുകാർക്ക് സ്വാഗതമോദി. കുരുന്നുകളെ അത്ഭുതപ്പെടുത്തിയ പപ്പറ്റ് ഷോ നവ്യാനുഭവമായി. സ്നേഹത്തിൽ പൊതിഞ്ഞ സമ്മാനങ്ങളുമായി കുഞ്ഞുമക്കളെ ഹെവൻസ് മാറോട് ചേർത്തു. അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ നാം ആരംഭിച്ച കോൺവേഴ്സോ കുട്ടികളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തുന്നതിനും അവരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിനും സഹായകമായി. ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മറക്കാനാവാത്ത അനുഭവമായി.
പിതാക്കളോടൊപ്പം ഉള്ള സുന്ദര നിമിഷങ്ങൾ മക്കളിൽ പരിധിയില്ലാത്ത ഊർജം പകർന്നു. ജൂൺ മാസത്തിൽ തന്നെ സംഘടിപ്പിച്ച വായനാ ദിന മത്സരങ്ങളിൽ കുട്ടികളോടൊപ്പം രക്ഷിതാക്കളും പങ്കാളികളായി. നിറങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും വിവിധയിനം കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനുമായി വ്യത്യസ്ത സന്ദർഭങ്ങളിൽ കളേഴ്സ് ഡേ ആചരിച്ചു. ഡോക്ടേഴ്സ് ഡേ, പോസ്റ്റൽ ഡേ, ടീച്ചേഴ്സ് ഡേ എന്നിവ സമുചിതം ആഘോഷിച്ചു. ഇത്തരം പ്രോഗ്രാമുകളിലൂടെ കുട്ടികളിൽ കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിനെ ബഹുമാനിക്കാനുള്ള മനോഭാവം ഉണ്ടാക്കുകയും സഹജീവികളോട് ഗ്രാറ്റിറ്റ്യൂഡ്, റെസ്പെക്ട്, എമ്പതി തുടങ്ങിയ മൂല്യങ്ങൾ മനസ്സിൽ കരുപിടിപ്പിക്കാനും സാധിച്ചു. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തിൽ ബഷീറിന്റെ വ്യത്യസ്ത കഥാപാത്രങ്ങളായി വേഷമിട്ട് മനോഹരമായ അവതരണങ്ങൾ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചു. ചേതോഹരമായ ചിത്രങ്ങളും വീഡിയോകളും അവർ പങ്കുവച്ചു. മൺസൂൺ ഫെസ്റ്റ് വ്യത്യസ്ത അനുഭവമായി. കുടയും മഴക്കോട്ടും അണിഞ്ഞ് മഴത്തുള്ളികളെ ആലിംഗനം ചെയ്യാൻ കുട്ടികൾ മത്സരിച്ചത് ആഹ്ലാദാരവത്തോടെയായിരുന്നു. കുട്ടികൾ സ്വയം വിത്തുപാകി വളർച്ച നിരീക്ഷിച്ച് പാകപ്പെടുത്തി വിജയത്തിലെത്തിച്ച മൈക്രോ ഗ്രീൻ ആക്ടിവിറ്റി വേറിട്ട അനുഭവമായി മാറി. സ്കൈ 3 വിദ്യാർത്ഥികളുടെ ഖുർആനിനോടൊപ്പമുള്ള സവിശേഷ യാത്രയ്ക്ക് അവിസ്മരണീയമായ തുടക്കം കുറിച്ച് ഖുർആൻ റെസിറ്റൽ വോയേജ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം 2025 ഓഗസ്റ്റ് 2 നടന്നു. ഡോക്ടർ കെ ഇല്യാസ് മൗലവി മുഖ്യാതിഥിയായി പങ്കെടുത്ത പരിപാടിയിൽ അദ്ദേഹം പാരായണം ചെയ്ത ഖുർആൻ സൂക്തങ്ങൾ കുരുന്നുകൾ ഏറ്റുചൊല്ലി. ദൈവാനുഗ്രഹത്തിന്റെ മാലാഖമാർ പ്രാർത്ഥനാപൂർവം സാക്ഷ്യം വഹിച്ചിരിക്കാവുന്ന ആ നിമിഷങ്ങൾ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അധ്യാപകർക്കും ആത്മീയ അനുഭൂതിയേകി. പ്രീ സ്കൂൾ സംവിധാനങ്ങളിൽ ഹെവൻസ് എല്ലാ അർത്ഥത്തിലും വേറിട്ട് നിൽക്കുന്നു. അധ്യാപകർക്കായി സംഘടിപ്പിക്കുന്ന മീം മെന്റേഴ്സ് ഫെസ്റ്റ് ഒരു ഉദാഹരണം മാത്രം. മേഖലാതലത്തിൽ തുടർച്ചയായി 2ാം തവണയും മെന്റേഴ്സ് ഫെസ്റ്റിൽ നമ്മുടെ അധ്യാപകർ മികച്ച നേട്ടം കരസ്ഥമാക്കി. ലോക സമാധാനത്തിന്റെ പ്രാധാന്യവും യുദ്ധങ്ങളുടെ കെടുതികളും മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചു. കുരുന്നുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി സമാധാനം, സ്നേഹം, മനുഷ്യത്വം എന്നിവ വിശദീകരിക്കപ്പെട്ടു. ഈ അധ്യയന വർഷത്തിൽ സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ഡേയും പ്രാധാന്യപൂർവ്വം ആഘോഷിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ നിസ്തുലതയും ദേശസ്നേഹവും ഭരണഘടനയുടെ മൂല്യവും ലളിതമായി പരിചയപ്പെടുത്തി. ഗ്രാൻഡ് പാരന്റ്സിന്റെ സാന്നിധ്യത്തിൽ ഒരുക്കിയ ഗ്രാൻഡ് പാരന്റ്സ് ഡേ സെലിബ്രേഷൻ വ്യത്യസ്തവും ഹൃദയസ്പർശിയുമായ അനുഭവമായി മാറി. ആവേശപൂർവ്വം പരിപാടിക്കെത്തിയ മുതിർന്നവർ കുട്ടികളോടൊപ്പം കളിച്ചും ഉല്ലസിച്ചും പ്രോഗ്രാമിനെ അർത്ഥവത്താക്കി. തങ്ങളുടെ ബാല്യകാല അനുഭവങ്ങളും ജീവിത പാഠങ്ങളും പങ്കുവച്ച അവർ കുഞ്ഞുമക്കൾ നൽകിയ സമ്മാനങ്ങളും വിലമതിക്കാനാവാത്ത സ്നേഹവും കൈമുതലാക്കിയാണ് മടങ്ങിയത്. പ്രായവും ആരോഗ്യവും മറന്ന് കുഞ്ഞുങ്ങളോടൊപ്പം ഗ്രാൻഡ് പാരന്റ്സ് ഓടിക്കളിച്ചത് മധുര മനോഹര നിമിഷങ്ങളായി. നവംബർ 14 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനമായി നമ്മളും ആഘോഷിച്ചു. ചാച്ചാജിയുടെ വേഷമണിഞ്ഞും തൊപ്പി ധരിച്ചും എത്തിയ കുട്ടിപ്പട വിദ്യാലയമുറ്റത്തെ ഒരു കൊച്ചു പൂന്തോട്ടമാക്കി മാറ്റി. ക്ലാസ് റൂമുകളിൽ അധ്യാപനവും പഠനവും ഒതുക്കി നിർത്താതെ അനുഭവങ്ങളും സംവേദനങ്ങളും സാധ്യമാക്കാൻ വിനോദയാത്രയും ഫീൽഡ് വിസിറ്റുകളും സംഘടിപ്പിച്ചു. സ്ക്രീനുകളിൽ മാത്രം കണ്ടിരുന്ന പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിലേക്കുള്ള സന്ദർശനങ്ങൾ ഏറെ ഉപകാരപ്രദമായി. പ്രകൃതിയുമായും ദൈനംദിന ജീവിതവുമായും കുട്ടികളിൽ മാനസിക അടുപ്പമുണ്ടാക്കുവാൻ ഫ്രൂട്ട്സ് ഡേ, വെജിറ്റബിൾസ് ഡേ, ആനിമൽസ് ഡേ എന്നിവ ആചരിച്ചപ്പോൾ പുതിയ ലോകത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിയുന്നതിന്റെ ഭാഗമായി വെഹിക്കിൾസ് ഡേയും സംഘടിപ്പിച്ചു. വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബിയോടുള്ള ബന്ധവും സ്നേഹവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ അറബി ഭാഷാ ദിനം വ്യത്യസ്ത മത്സര പരിപാടികളോടെ സംഘടിപ്പിച്ചു. രക്ഷിതാക്കളുടെ പങ്കാളിത്തവും ശ്രദ്ധേയമായിരുന്നു. പഠനത്തോടൊപ്പം കുഞ്ഞുങ്ങളിലെ സർഗാത്മകതയും ആത്മവിശ്വാസവും കായികക്ഷമതയും വളർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി കലാമത്സരങ്ങളും കായിക മത്സരങ്ങളും നടത്തിവരുന്നു. കുട്ടികളുടെ ആവേശകരമായ പങ്കാളിത്തവും രക്ഷിതാക്കളുടെ അനൽപമായ പ്രോത്സാഹനവും ഓരോ പരിപാടികളും വിജയകരമാക്കുന്നു. ഓണം, കേരളപ്പിറവി ആഘോഷങ്ങളിൽ വിദ്യാർത്ഥികൾ പങ്കാളികളായി. സംസ്ഥാനത്തിൻ്റെ വ്യത്യസ്ത ആഘോഷങ്ങളും സംസ്കാരവും പാരമ്പര്യവും പരിചയപ്പെടാൻ കുട്ടികൾക്ക് സാധിച്ചു. വിദ്യാർത്ഥികളിലെ വിവിധ കഴിവുകൾ മനോഹരമായി കോർത്തിണക്കി പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ച ഐഡിയ ലൈവ് എക്സ്പോയിൽ ഹെവൻസ് പ്രീ സ്കൂളും പങ്കാളിത്തം വഹിച്ചു.
മുൻ സംസ്ഥാന പോലീസ് മേധാവി ഋഷിരാജ് സിംഗ് IPS ഉദ്ഘാടനം നിർവഹിച്ച ഐഡിയൽ എക്സിബിഷനിൽ വയനാടിന്റെ അഭിമാന താരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗം സജന സജീവൻ അതിഥിയായി എത്തി. കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിച്ചും അവരുടെ കഴിവുകളെ തൊട്ടെറിഞ്ഞും ഫൺ ഗെയിമുകളിൽ പങ്കെടുത്തും അതിഥികൾ ആവേശം വിതറിയപ്പോൾ ഹെവൻസ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒന്നായി ഒഴുകി. ചേന്നമംഗല്ലൂർ ഇസ്ലാഹിയ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന 2025-26 വർഷത്തെ റീജിയണൽ സ്പോർട്സ് മീറ്റിൽ സുൽത്താൻ ബത്തേരി ഹെവൻസ് പ്രീ സ്കൂൾ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. 16 സ്കൂളുകൾ പങ്കെടുത്ത മത്സരത്തിൽ കാറ്റഗറി 4-ൽ 1-ാം സ്ഥാനവും കാറ്റഗറി 3-ൽ 2-ാം സ്ഥാനവും നേടി. ഓവറോൾ സെക്കൻഡ് റണ്ണറപ്പ് ആവാനും നമുക്ക് സാധിച്ചു. മേഖലാ തലത്തിൽ നടന്ന ഹെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ നമ്മുടെ സ്കൂൾ അത്ഭുതകരമായ പ്രകടനം കാഴ്ചവെച്ചു. കേവലം 4ഉം 5ഉം വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചുമക്കൾ കാൽപന്ത് കൊണ്ട് കവിത രചിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാസ്മരിക പ്രകടനം ഓരോ കാണിയുടെ മനസ്സിലും ആവേശം നിറച്ചു. പോരാട്ട വീര്യത്തോടെ അവർ പന്തിന് പിന്നാലെ പായുന്നത് മണൽത്തരികളെ പുളകം കൊള്ളിക്കുന്ന കാഴ്ചയായിരുന്നു. ഐഡിയൽ സ്കൂൾ സ്പോർട്സ് മീറ്റിനോടനുബന്ധിച്ച് നടന്ന ഹെവൻസ് ഫ്ലൈ ഹൈ സൗഹൃദ ഫുട്ബോൾ മത്സരം കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റി. ഏതൊരു സ്ഥാപനത്തിന്റെയും വിജയകരമായ കുതിപ്പിന് ക്രിയാത്മകമായ PTA അനിവാര്യമാണ്. സ്കൂളിന്റെ സർവോത്മുഖമായ പുരോഗതിക്ക് മനസ്സു തുറന്ന സമീപനമുള്ള സേവന മനസ്കരായ PTA അംഗങ്ങളാണ് നമുക്കുള്ളത്. മിസ്റ്റർ ഹാവിർ സലീം PTA പ്രസിഡന്റായും മിസ് ഫർസാന MPTA പ്രസിഡന്റായും 13 അംഗ PTA കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നു. എല്ലാ മാസങ്ങളിലും അവസാനത്തെ ശനിയാഴ്ച പാരന്റ്സ് മീറ്റിംഗ് നടന്നുവരുന്നു. എല്ലാ ആഴ്ചയിലും സംഘടിപ്പിക്കുന്ന സ്റ്റാഫ് മീറ്റിംഗുകൾ വിദ്യാർത്ഥികളുടെ ഓരോ നേട്ടങ്ങളും അവരിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും ദൈനംദിന പഠന പ്രവർത്തനങ്ങളും ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു. സ്ഥാപനത്തിന്റെ ക്രിയാത്മകമായ മുന്നോട്ടു പോക്കിൽ കൃത്യമായ പങ്കുവഹിക്കാൻ അധ്യാപകരും അധ്യാപകേതര ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുന്നു. മാനേജിംഗ് കമ്മിറ്റിയും കുരുന്നുകൾക്ക് വഴികാട്ടുന്ന 7 മെന്റേഴ്സും 2 അസിസ്റ്റന്റ് മെന്റേഴ്സും രക്ഷിതാക്കളും തങ്ങളുടെ റോളുകളിൽ വ്യവസ്ഥാപിതമായി നിർവഹിക്കുന്നതാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ വിജയ രഹസ്യം. അൽഹംദുലില്ലാ, ഹെവൻസിലെ ഷൈനിങ് സ്റ്റാർസ് ആയ സ്കൈ 3 വിദ്യാർത്ഥികൾ അവരുടെ ലക്ഷ്യം കൈവരിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമിൻ്റെ മധുരം നുകർന്ന് 1-ലധികം തവണ ഖത്തം പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു. പ്രപഞ്ചനാഥന് 1000 സ്തുതികൾ അർപ്പിക്കുന്നു. ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ ഈ കുഞ്ഞു മക്കളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും ജീവിത വഴിയിൽ പ്രഭ ചൊരിയട്ടെ. ഹെവൻസ് സുൽത്താൻ ബത്തേരി വിജയ വഴിയിൽ പ്രയാണം തുടരുകയാണ്. 2025-26 അധ്യയന വർഷം അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വിജയകരമായ പര്യവസനത്തിലേക്ക് നീങ്ങുന്നു. 2026-27 അധ്യയന വർഷത്തെ പൊന്നോപനകളെ, ഹെവൻസിന്റെ കുഞ്ഞു അതിഥികളെ വരവേൽക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നാഥൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ അജ്മഈൻ. ഏറെ ബഹുമാന്യനായ ഇല്യാസ് മൗലവി, സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ചെയർപേഴ്സൺ, നമുക്കെല്ലാവർക്കും സുപരിചിതയായ റസീന അബ്ദുൽ ഖാദർ, ഐഡിയൽ സ്നേഹഗിരിയുടെ പ്രിൻസിപ്പൽ മിസ്റ്റർ ജാസ് MA, ഐഡിയൽ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ ബഹുമാന്യനായ ട്രഷറർ എന്ന് മാത്രം പറഞ്ഞു നിർത്തിയാൽ പോരാ. ഈ ഐഡിയൽ സ്ഥാപനങ്ങളുടെ എല്ലാം നെടുന്തൂണായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് വർഷങ്ങളോളമായി നമ്മുടെ ഇത്തരം സംരംഭങ്ങൾക്കെല്ലാം എല്ലാ രീതിയിലും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ഏറെ ആദരണീയനായ K. അബ്ദുറഹ്മാൻ സാഹിബ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനിയും ഈ സ്ഥാപനത്തെക്കുറിച്ച് എന്തെങ്കിലും പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും അനുഭവിച്ച് അറിഞ്ഞ ആളുകളാണ്. അതിലുപരി ഏറ്റവും സുന്ദരമായ രീതിയിൽ ആ കാര്യങ്ങൾ ഒന്നുകൂടി അയവിറക്കാൻ പാകത്തിൽ ബഹുമാന്യയായ പ്രിൻസിപ്പലിൻ്റെ റിപ്പോർട്ടിലൂടെയും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുപോലെ തന്നെ ഹെവൻസിനെ സംബന്ധിച്ചിടത്തോളം
അതിൻ്റെ ഡയറക്ടറായി ഇരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ ഒരു വേദിയിൽ 1-2 പേരുകൾ ഞാൻ പ്രത്യേകം ഓർത്തെടുക്കുകയാണ്. 12 വർഷങ്ങൾക്ക് മുമ്പ് നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വാടക കെട്ടിടത്തിൽ ഇതുപോലൊരു പ്രീ സ്കൂൾ, ഖുർആനിക് പ്രീ സ്കൂളിൻ്റെ പരീക്ഷണം കേരളത്തിൽ ആരംഭിച്ച ആ ഘട്ടത്തിൽ തന്നെ സുൽത്താൻ ബത്തേരിയിൽ ഇതിന് നാന്ദി കുറിക്കുവാൻ കാരണക്കാരായ 2 വ്യക്തിത്വങ്ങളാണ് ബഹുമാന്യനായ നൗഷാദ് പെരുമ്പാവൂരും അതുപോലെ തന്നെ CP ഷമീർ സാഹിബും. അവരുടെ ജീവിത സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് പോകേണ്ടി വന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ ആ കാലഘട്ടം മുതൽ തന്നെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ബഹുമാന്യനായ റസിയ ടീച്ചറും അതുപോലെ സ്ഥലം പോവുകയാണ് ചെയ്തത്. അവരുടെയൊക്കെ സംഭാവനകൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളർച്ചയിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ പ്രാർത്ഥനാപൂർവ്വം സ്മരിക്കുകയാണ്. അതുപോലെ മറ്റ് ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹെവൻസിൻ്റെ പ്രിൻസിപ്പളായി മുമ്പുണ്ടായിരുന്ന ബഹുമാനിയായ റാബിയ, അതുപോലെ തന്നെ ഹെവൻസിൻ്റെ ഇടക്കാലത്ത് പ്രിൻസിപ്പളായിട്ടുണ്ടായിരുന്ന ഷെറീന, ഇപ്പോഴും ഐഡിയലിലെ സീനിയർ ക്ലാസ്സുകളിൽ ഇപ്പോഴും അധ്യാപികയായിട്ടുണ്ട്. ഇത്തരത്തിൽ ധാരാളം ആളുകൾ, ഇതുപോലെ ഞാൻ പേരെടുത്ത് പറയേണ്ടതില്ലാത്ത ഇപ്പോൾ ഇവിടെ തന്നെ സന്നിഹിതരായിരിക്കുന്ന ഹെവൻസിലെ പൂർവ്വ അധ്യാപികമാരുണ്ട്. ഇവരൊക്കെ കേവലം ഒരു ജോലി എന്നതിനപ്പുറം ഹെവൻസ് എന്നുള്ളത് നേരത്തെ നമ്മൾ കേട്ട രീതിയിൽ ആ ഒരർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഖുർആനിൻ്റെ അള്ളാഹുവിൻ്റെ കലാമോടുകൂടി കൊച്ചുമക്കളെ അവരുടെ പാഠ്യരംഗത്തേക്ക് അധ്യയനത്തിലേക്ക് കടത്തിടുവാൻ സാധിക്കുന്ന ആ വലിയ ഒരു ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് ഇവരെയൊക്കെ നയിച്ചത്. ഇപ്പോഴും നമ്മുടെ കൂടെയുള്ള ഈ അധ്യാപകരെയും നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം എൻ്റെ പ്രിയ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ കൂടുതൽ ഭാഷണത്തിന് നിൽക്കാതെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. കാരണം പല വേദികളിലും ഉദ്ഘാടനവും സ്വാഗതവും അധ്യക്ഷയൊക്കെ വഹിക്കുകയാണെങ്കിലും ഇന്നിവിടെ ഉദ്ഘാടനത്തിന് കയറി വരുമ്പോൾ വളരെയധികം സന്തോഷവും മനസ്സിനൊരു കുളിർമയും നൽകുകയാണ്. കാരണം ഇന്ന് നമ്മളെ ഇവിടെ സ്വീകരിച്ച ഒരു കുഞ്ഞി തുമ്പി പോലെയുള്ള ഒരു വെള്ള ഉടുപ്പൊക്കെ ഇട്ട് നല്ല ഒരു മാലാഖ മോള് അർ-റഹ്മാൻ സൂറത്ത് ഓതിക്കൊണ്ടാണ് തുടങ്ങിയത്. ഞാൻ ഒരു 10-20 വർഷം പിറകിലേക്ക് പോയി. 20 വർഷം മുമ്പ് ഞങ്ങൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലേക്ക് പോയപ്പോൾ അവിടെ മദീന പള്ളിയിൽ ളുഹ്ർ നിസ്കാര സമയത്ത്, മക്കയിൽ പോയവർക്കറിയാമല്ലോ, കാരണം അറബികളും കുറേ കുട്ടികളുമാണ് വരിക. 10, 11, 12, 5, 6, 7 ചെറിയ പാല് കുടിക്കുന്ന മക്കൾ വരെ തൊട്ടിലും ഈ റാമ്പൊക്കെ ആയിട്ടാണല്ലോ എത്തുക. അങ്ങനെ ഈ കുട്ടികളുടെ ഉമ്മ ബാങ്ക് വിളി കേട്ടപ്പം വേഗം കൈകെട്ടി. ഒരു കുട്ടിക്ക് കുറച്ച് വലിയ കുട്ടി ബോട്ടിലിൻ്റെ അകത്ത് പാലിൻ്റെ കുപ്പിയെടുത്ത് വായിൽ വെച്ച് കൊടുത്ത്, ഉമ്മാൻ്റെ ബാഗ് തുറന്ന് മറ്റേ കുട്ടിക്ക് ബിസ്ക്കറ്റ് എടുത്തു കൊടുത്ത്. ഇങ്ങനെ ഈ കുട്ടികളെ പരിപാലിക്കുന്നത് ഈ ഉമ്മയല്ല, ഈ മൂത്ത കുട്ടികളാണ് പരിപാലിക്കുന്നത്. ഇമാമ് ഫാത്തിഹ ഓതി അർ-റഹ്മാൻ സൂറത്ത് ഓതിയപ്പം ഈ കുഞ്ഞുമക്കൾക്ക് പാലും കുപ്പിയും ബിസ്ക്കറ്റും വെള്ളമൊക്കെ വായിൽ വെച്ച് കൊടുത്ത് അവിടെ കിടത്തിയ ഈ കുട്ടി അർ-റഹ്മാൻ സൂറത്ത് കംപ്ലീറ്റ് ബൈ ഹാർട്ട് അങ്ങ് ഓതി. എൻ്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുക ഈ കുട്ടി, അവിടുന്നാണ് ഓതുന്നത്. സത്യം പറയാൻ അന്ന് എനിക്ക് അർ-റഹ്മാൻ സൂറത്ത് ബൈ ഹാർട്ട് അല്ലായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഈ മോക്ക് 6 വയസ്സുള്ള ഈ മോക്ക് അർ-റഹ്മാൻ സൂറത്ത് കാണാപ്പാടമാക്കുകയാണെങ്കിൽ എനിക്കെന്തുകൊണ്ട് കാണാപ്പാടാക്കാൻ പറ്റില്ല? ഞാൻ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് ദിവസവും അവിടുന്ന് ഞാൻ മക്കയിൽ നിന്നും അല്ലെ മദീനയിൽ നിന്നും പള്ളിയിൽ നിന്നും അർ-റഹ്മാൻ സൂറത്ത് ഓതിക്കൊണ്ടേയിരിക്കും. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവിടെ നിന്ന് പോരുമ്പോൾ അർ-റഹ്മാൻ സൂറത്ത് എനിക്കും ബൈഹാർട്ടാക്കണമെന്നുള്ളത്. ഞാൻ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് അർ-റഹ്മാൻ സൂറത്ത് ആ കുട്ടിയിൽ കൂടി എനിക്ക് ബൈഹാർട്ടാക്കാൻ കഴിഞ്ഞു.
ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ശ്രമിച്ചാൽ, നമ്മൾക്കൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ടെങ്കിൽ, നമ്മൾ ഏത് ലക്ഷ്യത്തിൽ കൂടിയാണോ പോകുന്നത് ആ ലക്ഷ്യത്തിൽ കൂടി തന്നെ നമുക്ക് പോകാൻ കഴിയും എന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു. നേരത്തെ ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, നമ്മളുടെ ടീച്ചർമാർ, നമ്മളുടെ ടീച്ചേഴ്സ് യാതൊരു പ്രതിഫലവും ഉദ്ദേശിച്ചല്ല ഈ ഒരു കർത്തവ്യം ചെയ്യുന്നത്. കാരണം അവരും ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക, അവരും ഖുർആൻ മനഃപ്പാഠമാക്കിക്കൊണ്ടേയിരിക്കുക. കുട്ടികളെ, ഇന്നത്തെ കുട്ടികളെ നമ്മളൊരു 6-7 വയസ്സ് ആകുമ്പോഴത്തേക്ക് ഖുർആൻ മനഃപ്പാഠമാക്കുക അല്ലെങ്കിൽ ഹാഫിളാവുക എന്ന് പറയുമ്പോൾ, നമ്മൾ ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞ് നമ്മളൊരു ഖുർആൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 ആയത്തുള്ള സൂറത്ത് ഓതി പഠിക്കാൻ നമ്മൾ എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് മനഃപ്പാടാവുകയുള്ളൂ. കാരണം നമ്മളതെന്തായി പോയിട്ടുണ്ട്, തയച്ച് വളർന്ന് വലുതായി പോയിട്ടുണ്ട്. ഈ കുഞ്ഞു മക്കളുടെ മനസ്സ് തയച്ച് വളർന്നിട്ടില്ല. ഈ കുട്ടികൾ ഇപ്പോഴും ചെറിയ, നമ്മൾ ചെടി നടും പോലെ വിത്ത് പാകിയ ഈ പ്രായത്തിൽ നമ്മൾ ഖുർആൻ മനഃപ്പാഠമാക്കി അടിത്തറയോടുകൂടി നമ്മൾ ഈ കുട്ടികളെ 2 ചിറകും വെച്ച് പറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ കുട്ടികൾ വഴിത്തിരിഞ്ഞു പോവുകയില്ല എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തിൻ്റെ ഉത്തമമാണ് നമ്മൾക്ക് ഉള്ളത്. ഏതായാലും ഈ ഐഡിയൽ സ്കൂൾ, ഈ ഒരു വാർഷികം അല്ലെങ്കിൽ ഈ ഐഡിയൽ സ്കൂൾ വിദ്യാഭ്യാസം ഇങ്ങനെ ഒരു വേറിട്ട നിലയിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഈ സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ചെയർപേഴ്സണായ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു. കാരണം ഇങ്ങനെയായിരിക്കണം നമ്മളുടെ മതം കൊണ്ടുപോകേണ്ടതും, ഇങ്ങനെയായിരിക്കണം നമ്മളുടെ കുട്ടികളെ വളർത്തേണ്ടതും എന്ന് ഈ പാരൻസ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ വളരെയധികം അത്യാഗ്രഹമായിട്ട് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. എന്നിരുന്നാലും നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ്, എല്ലാവരും ഭാഗ്യവതികളുമാണ്. കാരണം ഇങ്ങനെയായിരിക്കണം നമ്മളുടെ ചിട്ടാവട്ടത്തോടു കൂടിയുള്ള ഒരു യാത്ര അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം. ആദ്യം തന്നെ നമ്മൾ കല്ലിട്ടുറപ്പിച്ച് തറ ഉണ്ടാക്കി പണിയും പോലെ നമ്മൾ ഈ കുട്ടികളെ ഖുർആൻ മനഃപ്പാഠമാക്കി തറയോടുകൂടി നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇന്നീ പോകുന്ന കെട്ടകാലത്തിലേക്ക് നമ്മളുടെ കുട്ടികൾ പോവുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കും നിങ്ങൾക്കും ഉണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്കൂളിൻ്റെ ഒരു ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.
guest, our chairperson, guest of honor Ilyas Maulavi, other dignitaries, dear parents, and my shining stars. Assalamu alaikum. A warm good evening to one and all. ഹെവൻസ് പ്രീ സ്കൂളിനെ കുറിച്ച് ഇനി അധികം ഞാൻ പറയേണ്ടതില്ല എന്ന് നിങ്ങൾക്കറിയാം. കാരണം നമ്മൾ അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അതെങ്ങനെയാണ് റൺ ചെയ്തതെന്നും എന്തൊക്കെ മികവുകളാണ്, എന്തൊക്കെ അവാർഡുകളാണ് കുട്ടികൾക്ക് കിട്ടിയതെന്നും നമ്മൾ കണ്ട് അനുഭവിച്ചതാണ്. ഒരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ഹെവൻസ് എന്ന് പറഞ്ഞപ്പോൾ ഖുറാൻ പഠനം മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മുടെ മറ്റു KG കുട്ടികൾ മറ്റ് സ്കൂളിൽ KGയിൽ പഠിച്ചാൽ കുട്ടികൾക്ക് എന്തൊക്കെ ആണോ, ഏതൊക്കെ മേഖലകളിലാണോ അവർ ഡെവലപ്പ് ചെയ്യേണ്ടത്, അതുകൂടി ഇതിൻ്റെ ഭാഗമായി തന്നെ കൃത്യമായി ആ ഒരു ക്വാളിറ്റി കുറഞ്ഞു പോകാതെ തന്നെ കുട്ടികൾക്ക് എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അവാർഡുകളാണ് ഇന്ന് നിങ്ങൾ കണ്ടത്. PCMൻ്റെ സ്കോളർഷിപ്പിലാണെങ്കിൽ 98-95% മാർക്കോട് കൂടി തന്നെയാണ് നമ്മുടെ മക്കൾ പാസ്സായിരിക്കുന്നത്. ഒരു നല്ലൊരു കയ്യടി അവർക്ക് എല്ലാവർക്കും കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ടീച്ചേഴ്സിനോട്, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിനോട് ചോദിക്കുക, ഈ ഹെവൻസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ ആ ഒരു ഗ്യാപ്പ് വരരുത് എന്ന് നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ ഓരോ കാര്യത്തിലും നമ്മുടെ മറ്റു KG കുട്ടികൾക്ക് കിട്ടുന്ന അതേ കാര്യങ്ങൾ തന്നെ അവർക്ക് ഉറപ്പ് വരുത്തുന്നുണ്ട്. പക്ഷേ ഹെവൻസിൽ എടുത്തു പറയാതിരിക്കാൻ വയ്യ. തുടങ്ങിയപ്പോൾ നമ്മുടെ മോള് ഖിറാത്ത് ചൊല്ലിയതും നമ്മുടെ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടികളുടെ ഖിറാത്ത്, ഞാൻ ഇപ്പോൾ 2ാമത്തെ വർഷമാണ്. കഴിഞ്ഞ വർഷം ഞാൻ ആ പ്രോഗ്രാം കണ്ടപ്പോൾ അത്രയധികം കുട്ടികൾ അങ്ങനെ കൃത്യമായി തന്നെ ഒരു തജ്വീദോട് കൂടി തന്നെ ഓതാൻ പറ്റുന്നു എന്ന് പറയുന്നത്, അത് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കൃത്യമായ ട്രെയിനിങ്ങും ആ പേരൻസിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടിയാണ്. ആ ടീച്ചേഴ്സിന് ഈ വേദിയിൽ കൃത്യമായി ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം അവരുടെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് ഇത്രയും ക്ലിയറായി, ഇത്രയും കൃത്യമായി അവർക്ക് ഓതാൻ സാധിക്കുന്നത്. അതുമാത്രം പോരാ, ആ പ്രാക്ടീസ്, നമ്മുടെ ചെയർപേഴ്സൺ പറഞ്ഞു വീട്ടിൽ നമ്മൾ എങ്ങനെ ഓതുന്നു, ആ ഓതി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ മക്കൾ ആ ലെവലിൽ എത്തുള്ളൂ. അതിന് ഈ സപ്പോർട്ട് കൊടുക്കുന്ന ഈ പേരൻസിനെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നിന്ന് പകർന്നു കിട്ടിയ ഈ വെളിച്ചം അവരെ ലൈഫ് മൊത്തം അവർക്ക് തുടർന്നും നിലനിർത്താൻ സാധിക്കട്ടെ എന്നും ആ എന്തുദ്ദേശത്തിലാണോ നമ്മുടെ മക്കളെ ഇവിടെ ചേർത്തിരിക്കുന്നത് അത് പടച്ച തമ്പുരാൻ സാധ്യമാക്കി തരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. حياتي قرآن رحمن يا رحمن ساعدني يا رحمن اشرح صدري قرآن املأ قلبي قرآن واسق حياتي قرآن رحمن رحمن ساعدني يا رحمن اشرح صدري قرآن املأ قلبي قرآن واسق حياتي قرآن لله لله يهفو آملي لله ولحفظ كتاب الله من أول بسم الله للختم وللرضوان رحمن يا رحمن بمجيني يا رحمن أصبحك ما يدوشو
Bonima Yosete Nauchin Quran Rahman Ya Rahman Sa'idni Ya Rahman Ishrah Sadri Quran Imla Qalbi Quran Wasqi Hayati Quran Ya Nur Ya Nur Ya Muhkam Ya Tanzil لمحمد عن جبريل من رب العرش دليل للعالم والإنسان. വിശുദ്ധ ഖുർആൻ പാരായണം ഒന്നിലാവർത്തി പൂർത്തിയാക്കിയതിൻ്റെ നിർവൃതിയിലിരിക്കുന്ന ഈ കുഞ്ഞുമങ്ങൾക്ക് ദുആ ചൊല്ലിക്കൊടുക്കുന്നതിനായി പ്രിയ അധ്യാപിക ഷാഹ്ന മാമിനെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ അർഹംനി بالقرآن واجعله لإماما ونورا وهدى ورحمة. اللهم ذكرني منه ما نسيت وعلمني منه ما جهلت وارزقني تلاوته آناء الليل وأطراف النهار واجعله لي حجة يا رب العالمين آمين. 3 വർഷം മുമ്പ് തൻ്റെ കുഞ്ഞിനായി ഹെവൻസിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഓരോ രക്ഷിതാവും കണ്ടിരുന്ന ആ ഒരു വലിയ സ്വപ്നം തൻ്റെ കുഞ്ഞ് വിശുദ്ധ ഖുർആൻ ഈണത്തിൽ പാരായണം ചെയ്യുന്നതിന് സാക്ഷിയാകാനുള്ള ആഗ്രഹമായിരുന്നു അത്. നമുക്ക് പ്രവേശിക്കാം റബീഉൽ ഖുർആൻ സെഗ്മെൻറ്റിലേക്ക്. വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ഓഡിയൻസ് സെലക്ട് ചെയ്യുന്ന ഭാഗം നിങ്ങളെ ഓതി കേൾപ്പിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ സജ്ജരാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور. പ്രിയമുള്ളവരെ, ബഹുമാനിയായ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി റസീന അബ്ദുൽ ഖാദർ തിരഞ്ഞെടുത്ത ഖുർആൻ ഭാഗമാണ് ഈ പൊന്നുമോൻ പാരായണം ചെയ്തത്. എല്ലാവരും നല്ലൊരു കയ്യോടി കൊടുക്കേണ്ടതാണ്. അടുത്തതായി ജനാബ് ഇല്യാസ് മൗലവി ഖുർആനിൽ നിന്ന് തിരഞ്ഞെടുത്ത ഭാഗം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم تلك آيات
الكتاب الحكيم هدى ورحمة للمحسنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون ومن I am so happy to graduate from Heavens. My name is Muhammad Ehan Malik. I have been coming to school for 3 years. I remember first day of my school. Everything was big and new, but my teacher Rabia ma'am gave me a big hug. Now I love my friends, my teachers, my school. Love you. Bismillahir Rahmanir Rahim. Rabbis samawati wal ardi wa ma bainahuma ar-rahman la yamlikuna minhu khitaba khalaqal insana min salsalil kalfahar kalla bal rana ala qulubihim ma kanu yaksibun ya yawma la tamliku nafsun li nafsin shay'an wal amru yawma idhin lillah lam yakun lilladhina kafaru min ahlil kitabi wal musyrikina mufakkina hatta ta'tiyahumul bayyinah bal huwa Qur'anun majid ma min nutfatin khalaqahu faqaddara وما تشاءون إلا أن يشاء الله رب العالمين يشرب به مقربون ما تعلقوا ولغيركم فإذا جاءت الطامة الكبرى كأنهم يوم يرونها لم يلبثوا إلا عشية أو ضاحكة مستبشرة ووجوه يومئذ عليها غبرة وتولى أن جاءه الأعمى إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمه ويقول الكافر يا ليتني كنت ترابا تبارك الذي بيده الملك وهو على كل شيء قدير قتل أصحاب الأخدود النار ذات الوقود وقودها وإذا قرئ عليهم القرآن لا يسجدون سجد وجهي للذي خلقه وشق سمعه وبصره قوله وقوته وتبارك الله أحسن الخالقين. الحمد لله رب العالمين وأشهد أن لا إله إلا الله ولي الصالحين
والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على سيد المرسلين نبينا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യരായ ഈ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദപ്പെട്ടവരെ, അധ്യാപികമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുഞ്ഞുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ വെള്ളിയാഴ്ച എൻ്റെ ജീവിതത്തിലെ വളരെ മറന്നു പോകാത്ത ഒരു സായാഹ്നമാണ്. ഒരു സമയമുണ്ട് വെള്ളിയാഴ്ച ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇന്ന ഫിൽ ജുമാഅത്തി ലസാഅ. വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്. ലാ യസ്അലു അബ്ദുൻ ഫീഹാ അല്ലാഹ ശൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാ. ആ സമയത്ത് അള്ളാഹുവിനോട് ഒരടിമ ഒന്നും ചോദിക്കുന്നില്ല, അള്ളാഹു അത് നൽകിയിട്ടല്ലാതെ. ഇപ്പോൾ സഹാബിമാർ ചോദിച്ചു, ഏതാണ് ആ സമയം? ആ സമയം ഏതാണെന്ന് വ്യക്തമല്ല. പക്ഷേ 27-ാം രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് കൂടുതൽ ആളുകൾ പറയുന്നത് പോലെ ഈ മാബൈനൽ അസ്രി ഇലാ ഗുറൂബി ശംസി, അസർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്നാണ് കുറേ ഹദീസുകളിലുള്ളത്. ആ സമയത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ പിഞ്ചു മക്കളെ ഈ സുന്ദര സുരവില സുമോഹനമായ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ മനോഹരമായ ആയത്തുകൾ വളരെ പ്രസന്നരായി യാതൊരു സഭാകമ്പവുമില്ലാതെ പുഞ്ചിരി തൂകിക്കൊണ്ട് ഏത് ഭാഗത്ത് നിന്ന് ചോദിച്ചാലും അത് ഓതാൻ ധൈര്യം കാണിക്കുന്ന ഈ മക്കളെ ലഭിച്ച ഇങ്ങനെ ഒരു മകനും മകളും ഉണ്ടായ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താ വേണ്ടത്? നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യം ഇത് മതി. വേറെ ഒന്നുമില്ലെങ്കിലും അത്ര വലിയ ഒന്നാണ് നിങ്ങളാ കണ്ടത്. അള്ളാഹു പറഞ്ഞിട്ട് ഫബിദാലിക ഫല്യഫറഹു. ഖുർആനെ സംബന്ധിച്ച് അള്ളാഹു പറയാ ഫബിദാലിക ഫല്യഫറഹു, അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന ശേഖരിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ ഉത്തമമാണത് എന്ന്. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ദീർഘിപ്പിച്ച് പ്രസംഗിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ആദ്യമായി ഞാൻ ആ മക്കളെ അങ്ങനെ ഒരുക്കിയെടുത്ത, ആ മക്കളെ അങ്ങനെ പാകപ്പെടുത്തിയെടുത്ത അവരുടെ അധ്യാപികമാർക്ക് എൻ്റെ ഏറ്റവും വലിയ അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും അർപ്പിക്കട്ടെ. ചില്ലറ പാടൊന്നല്ല മക്കളങ്ങനെ ആക്കിയെടുക്കാൻ. ഞാൻ 15 കൊല്ലത്തോളം മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് വിദേശത്ത് ഖത്തറിൽ. ഇപ്പോഴും ഞാനൊരു അധ്യാപകനാണ്. 1989 മുതൽ തുടങ്ങിയ അധ്യാപനമാണ്. ഇന്നും ഞാൻ അധ്യാപകനാണ്. ഏറ്റവും പ്രയാസം ചെറിയ മക്കളെ പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് ഈ മക്കളെ ഇങ്ങനെ പഠിപ്പിച്ചെടുത്ത അധ്യാപികമാർക്ക് ആ രക്ഷിതാക്കളുടെ കടപ്പാട് തീരൂല. അത് നിങ്ങൾക്ക് തിരിയണമെങ്കിൽ ഒരു ചെറിയ സൂറത്തോ ഒരു ഭാഗമോ പഠിപ്പിക്കാൻ നിങ്ങൾ ഒരു ദിവസം മക്കളായിട്ട് ഇരുന്നാൽ മതി. രണ്ടാമതായി, ഇങ്ങനെ ഒരു ഹെവൻസ് സംവിധാനം നടത്തിക്കൊണ്ടുപോകുന്ന ഇവിടെയുള്ള വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളാണ്. ഇതിലെ ട്രസ്റ്റ് അംഗങ്ങളും സമീർ സാഹിബിൻ്റെയും ഷെരീഫ് സാഹിബിൻ്റെയും അബ്ദുറഹ്മാൻ സാഹിബിൻ്റെയും
അതേപോലെ പ്രിൻസിപ്പാളിൻ്റെയും വൈസ് പ്രിൻസിപ്പാളിൻ്റെയും ഒക്കെ മറ്റ് രക്ഷിതാക്കളുടെയൊക്കെ നല്ല ശ്രദ്ധയും കരുതലും സഹായ സഹകരണങ്ങളും അത് നിങ്ങൾക്ക് അഭിമാനിക്കാം. നഷ്ടപ്പെട്ടു പോകാത്ത അധ്വാനമാണിത് എന്ന്. അത് നിങ്ങൾക്ക് ഇവിടെയും അത് ഫലം ചെയ്യും. പരലോകത്ത് ഒന്നും ഉപകരിക്കാത്ത സമയത്ത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ മക്കളിങ്ങനെ ഓതിയത് ഞാൻ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഓതിയത്. 20 കൊല്ലം ഖത്തറിൽ 10 കൊല്ലം അവിടെ പഠിക്കുകയായിരുന്നു ഞാൻ. അതിൽ അറബികളുണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിക്കാൻ. അറബിയിൽ ജനിച്ച് അറബിയിൽ സംസാരിച്ച് അറബി അല്ലാത്ത മറ്റൊന്നും അറിയാത്ത ആളുകൾ, വലിയ ആളുകൾ, ഇങ്ങനെ ഖുർആൻ ഓതാൻ അറിയാത്തവർ അതിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് അറബി ഭാഷ എന്താന്ന് പോലും ഈ മക്കൾക്ക് അറിയില്ല. അറബി ഭാഷയുടെ ഗ്രാമർ അവർക്ക് അറിയില്ല. അറബി ഭാഷ അവർ ആ അർത്ഥത്തിൽ പഠിച്ചിട്ടില്ല. പക്ഷേ എന്നിട്ടും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായതുകൊണ്ട് തന്നെയാണ് ആ മക്കൾ ഓതിയത്. അവരാ അക്ഷരശുദ്ധിയൊക്കെ എത്ര മനോഹരമാണത്. അപ്പം അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇവിടെയുള്ള രക്ഷിതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളെ പരിചയത്തിലുള്ള എല്ലാ രക്ഷിതാക്കളോടും ഇങ്ങനെയുള്ള മക്കളെ ആദ്യം തന്നെ ഇത് പഠിപ്പിക്കാൻ നിങ്ങൾ പറയണം. ഇപ്പോൾ സ്കൂളിലേക്ക് ചേർത്താനാവുന്നേയുള്ള ആ മക്കൾ പ്രീ സ്കൂളിൽ നിന്നാണ്. പ്രീ സ്കൂൾ ആകുമ്പോഴേക്ക് ഖുർആൻ ഏത് ഭാഗവും അവർ ഓതാൻ പഠിച്ചു കഴിഞ്ഞു. രക്ഷിതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഈ അധ്യാപികമാർ ഈ കഷ്ടപ്പെട്ട് അവരെങ്ങനെ ആക്കിയല്ലോ, ഇനി നിങ്ങൾ ആ കുട്ടികൾ മറന്നു പോകാതിരിക്കാനുള്ള പണി നിങ്ങളാ ചെയ്യേണ്ടത്. നിങ്ങളങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഓതണം. അത് മക്കളും അപ്പം മുസൈബ് എടുത്തിട്ട് ഓതിക്കോളും. മുലപ്പാല് മണക്കുന്ന ഈ പ്രായത്തിൽ ആ മക്കളിൽ സന്നിവേശിപ്പിച്ച വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് ഇവിടെ അവതരിപ്പിച്ച റിപ്പോർട്ട് ഞാൻ ആസ്വദിക്കുകയായിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ പ്രത്യേകത, അതിലൊന്നും കൃത്രിമമായ ഒന്നുമില്ല. ഉള്ള സത്യങ്ങൾ, അതിലുള്ള പല പാർട്ടുകളുടെയും ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾ കേട്ടത്. എല്ലാ ഭാഗവും ഇല്ല. ആ മക്കളെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് ഈ കൊച്ചു പ്രായത്തിൽ, എന്തൊക്കെ അഭ്യാസങ്ങളാണ് അവർ കാണിച്ചത്, ഏതെല്ലാം കാര്യങ്ങളിലാണ് അവർ ഇടപെട്ടത്, എന്തെല്ലാം കളിതമാശകളും അതിൻ്റെ ഇടയിൽ കളിയും കാര്യവും സമഞ്ജസമായി സമ്മേളിക്കുന്ന ഈ പരിശുദ്ധ ഖുർആനിൻ്റെ കീഴിൽ, തണലിൽ, ശീതളഛായയിൽ അവരതെല്ലാം ചെയ്തില്ലേ? അതിൽ പരം അഭിമാനിക്കാൻ മറ്റെന്ത് വേണം? പ്രിയമുള്ളവരെ, ഖുർആനിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. ഖുർആൻ ഇങ്ങനെ ഓതാൻ പഠിച്ച് വേറൊന്നും പഠിക്കാത്ത വെറും ഒരു ഖുർആനിൻ്റെ ഒരു കോപ്പി അധികം അടിച്ചാൽ പോരെ. അതല്ല, അവരുടെ ചിരിയിലും അവരുടെ കളിയിലും അവരുടെ പ്രവർത്തനത്തിലും ഇടപഴകലിലും എല്ലാം ഖുർആനുണ്ട്. അതെല്ലാം ഒപ്പിച്ചുകൊണ്ട്, ശേഖരിച്ചുകൊണ്ട്, ഒരുമിച്ച് കൊണ്ടുള്ള ഒരു സമഗ്രമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി. ഖുർആൻ പഠിക്കുന്നതോടുകൂടി അവരിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്, ഒരു സംശയം അക്കാര്യത്തിലില്ല. പെണങ്ങോട് ഉമ്മുൽ ഖുറയിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ ഹെവൻസൊക്കെ കഴിഞ്ഞ 5ാം ക്ലാസ്സിലേക്കാണ് വന്ന് ചേരുന്ന കുട്ടി. കഴിഞ്ഞ സുബൈക്ക് ഒരു മോന് ഹദീസ് ക്ലാസ് എടുക്കുന്നത് ഞാൻ കേട്ടു. ഒരു ഹദീസ് ഇങ്ങോട്ട് വായിച്ചിട്ട് ഞാനിങ്ങനെ വിചാരിച്ചു, ആ കുട്ടി എങ്ങനെയാണ് ആ ഹദീസ് വിശദീകരിക്കാൻ? അവൻ ഒരു മിമ്പർമൽ കയറി ഖുത്ബ പറയുന്നത് പോലെ എത്ര മനോഹരമായ ആശയസമ്പുഷ്ടമായ ഒരു ചെറിയ പ്രഭാഷണം, വളരെ കൂളായിട്ട്. ഞാൻ ഈ മക്കളെ ശ്രദ്ധിച്ചു, ഒരു സഭാകമ്പവും ഇല്ല. മൈക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി അവൾക്ക്. ചില കുട്ടികളെ മൈക്ക് പിടിക്കാൻ കഴിയോ, നോക്കാൻ കഴിയോ, പറയാൻ കഴിയും. ഇവർക്ക് അതൊന്നുമില്ല. ഈ പ്രായത്തിൽ ഈ മക്കൾക്ക് അതൊന്നും, അങ്ങനെ ഒരു ബേജാറോ ഒന്നുമില്ല. വളരെ സിമ്പിളായി ചിരിച്ച്, വളരെ ആത്മവിശ്വാസത്തോടു കൂടി, കോൺഫിഡൻറ്റോടു കൂടിയാണ് മക്കൾ നമ്മളെ മുമ്പിൽ ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. ഉമ്മുൽ ഖുറയിലെ കുട്ടികൾ
സ്കൂളിൽ മാത്രമല്ല, സ്കൂൾ കലാ കായിക കോകരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ അതിലൊക്കെ ടോപ്പിലെത്തുന്ന മക്കൾ ഖുർആൻ ഹാഫിളുകളാക്കുകയാണ്. എല്ലാവർക്കും ഒരു പാഠമായി. ഖുർആൻ പഠിക്കുന്നതോടുകൂടി എന്താകുക? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഖുർആൻ വഴി നടത്തും. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കും. ബി അന്ന ലഹും അജ്റൻ കബീറ, അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്ന്. അതുകൊണ്ട് ബത്തേരിക്കാർക്ക് അഭിമാനിക്കാവുന്ന, രക്ഷിതാക്കൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സംവിധാനത്തിൻ്റെ കൂടെ ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ മനസ്സിലാക്കുകയാണ്. ഇത് നടത്തുന്നവർക്ക് അള്ളാഹു വാരിക്കോരി പ്രതിഫലം നൽകുമാറാകട്ടെ. ഇത് അതിൻ്റെ ഏറ്റവും ഉത്തമമായ രൂപത്തിൽ വളർന്ന് വികസിച്ച് പന്തലിച്ച് അതിൻ്റെ സൽഫലങ്ങൾ ഈ ലോകത്തും പരലോകത്തും ലഭിക്കുന്ന രൂപത്തിൽ ഇതിനെ കൊണ്ടു നടത്തുവാനുള്ള ആഫിയത്തും തൗഫീക്കും അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഖുർആൻ പഠിച്ച മക്കൾക്കും അവരെ പഠിപ്പിച്ച ഈ അധ്യാപികമാർക്കും അതിന് നേതൃത്വം നൽകുന്ന മറ്റ് പ്രിൻസിപ്പാൾ, വൈസ് പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ളവർക്കും എല്ലാം അള്ളാഹു വലിയ വലിയ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
Thank you, Papa, for working hard for me. Thank you, Mama, for taking care of me. Thank you, teachers, for guiding me. Thank you, friends, for learning and playing with me. Thank you. Yes, yeah. Thank you. Sorry, Mama said. Thank you. Nandri, this is our Michael School's gratitude song. Thank you, our doctors and nurses. Thank you, bus and taxi uncles. Thank you, aunties, for cooking and cleaning for us. Thank you to all the heroes in our lives every day. Thank you. Yes, yeah. Thank you. Sorry, Mama said. Thank you. Nandri, this is our Michael School's gratitude song. Thank you, Singapore, our beautiful home with our many trees and playgrounds. Thank you, our first PM, Mr. Lee Kuan Yew and his team. See how far we've grown. Thank you to everyone living and building Singapore. We give thanks for the wonderful things around us. A little thank you to the people that we think of, for the ones who love and care for all of us. Thank you. Yes, yeah. Thank you. Sorry, Mama said. Thank you. Nandri, this is our Michael School's gratitude song. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഖുർആൻ പണ്ഡിതന്മാരായ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി അതനുസരിച്ച് ജീവിക്കുന്ന IAS-കാർ, IPS-കാർ, IFS-കാർ, ഇങ്ങനെ ഒരു രംഗം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മളത്രത്തോളമൊന്നും ആയിട്ടില്ല എങ്കിലും അങ്ങനെയുള്ള ഒരു സമൂഹത്തെപ്പറ്റി നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു കുളിര് തോന്നുന്നില്ലേ? യഥാർത്ഥത്തിൽ സുൽത്താൻ ബത്തേരിയിലെ ഹെവൻസ് എന്ന് പറയുന്ന സ്ഥാപനം, ഞാൻ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു അങ്ങനെയൊരു തുടക്കമാവട്ടെ എന്ന്. കഴിഞ്ഞ 2-3 മണിക്കൂർ സമയം നമ്മുടെ കുരുന്നുകളുടെ പ്രതിഭ, അവരുടെ കഴിവ് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. ഈ സ്ഥാപനത്തിന്, ഈ മക്കൾക്ക്, ഇവരെ ഇങ്ങനെ അണിയിച്ചൊരുക്കിയ, പാകപ്പെടുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപികമാർക്ക്, അതുപോലെ തന്നെ ആയമാർക്ക്, ഇതിൻ്റെ നടത്തിപ്പുകാർക്ക്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഏറ്റവും സമാധാനപൂർവ്വം നമ്മളുടെ കുട്ടികളെ ചേർത്ത് പിടിച്ച് ഏറ്റവും നല്ല സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന രക്ഷിതാക്കളാണ് ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു സാഹചര്യത്തിൽ സർവശക്തനായ അള്ളാഹു നമ്മളെ എത്തിച്ചു എന്നതിൽ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞാൽ മതിയാവില്ല. ഇവിടെ രണ്ടാമത്തൊരു കാര്യം, നമ്മളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു വിദ്യ അഭ്യസിക്കാൻ പോകുന്ന ഒരാൾക്ക് ഏറ്റവും ആദ്യം ആ വിദ്യ പൂർണ്ണമായി ബോധ്യപ്പെടാൻ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ഏറ്റവും നല്ല അധ്യാപകർ. ഒരു നല്ല അധ്യാപിക അല്ലെ ഒരു അധ്യാപകൻ വിചാരിച്ചാൽ എത്ര പിന്നിൽ നിൽക്കുന്ന കുട്ടിയും വളരെ മുന്നിലേക്ക് വരികയും അയാൾ ആ ലക്ഷ്യം കവർ ചെയ്ത് ആ ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യും. ഇന്ന് നമ്മളിവിടെ നടത്തുന്ന പ്രോഗ്രാം 3 വർഷം കൊണ്ട് ഒരു കുട്ടി പഠിച്ചു, ഈ സ്ഥാപനത്തിൽ പഠിച്ചു കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്തു പോയി എന്നല്ല. ആ 3 വർഷം ആ കുട്ടി ഇവിടെ പഠിക്കുമ്പോൾ എന്ത് ലക്ഷ്യമായിരുന്നുവോ നമ്മളും അധ്യാപകരും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉദ്ദേശിച്ചിരുന്നത്, ആ ലക്ഷ്യം ആ 3 കൊല്ലം പഠിച്ച മുഴുവൻ കുട്ടികളും അച്ചീവ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. ഈ സ്ഥാപനത്തെ ഈ രീതിയിൽ, ഈ വിദ്യാഭ്യാസ സംവിധാനത്തെ കൊണ്ടുപോകാൻ ഈ ടീച്ചേഴ്സ് കാണിക്കുന്ന എല്ലാവിധ ഇടപെടലിനും സർവശക്തൻ
അവരെ അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹെവൻസ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. നമ്മളുടെ മക്കളെ നമ്മൾ ഒരു ചെടിയായി കണക്കാക്കുക. ഒരു ചെടി നമ്മൾ നട്ട് വളർത്തി അത് കരുത്തും ഉയർച്ചയും ഉള്ളതാവണമെങ്കിൽ അതിൻ്റെ വേര് നല്ല രീതിയിൽ പിടിക്കണം അല്ലേ? നമ്മുടെ മക്കളെ നമ്മൾ ഇങ്ങോട്ട് അയച്ചാൽ ഹെവൻസ് എന്ന സ്കൂളിലേക്ക് അയക്കുമ്പോൾ ആ വേരിന് വെള്ളവും വളവും നൽകി ഉറപ്പിക്കുന്ന നമ്മളുടെ ടീച്ചേഴ്സ്, അവരുടെ പങ്ക് വളരെ വലുതാണ്. നമ്മളുടെ മക്കളെ അത്രത്തോളം കരുത്തുള്ള മരങ്ങളാക്കി ഉയർത്താൻ അവർ നമ്മെ സഹായിക്കുന്നു. നമ്മളുടെ ഇവിടുന്ന് സ്കൈ3 മക്കള് ഗ്രാജുവേറ്റ്സ് ആയി ആ ഒരു മൊമെന്റ് കണ്ടപ്പോൾ ഭയങ്കര മനസ്സും കണ്ണും നിറഞ്ഞു പോയി. നമ്മുടെ പരിപാടി ഗംഭീരമാവട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദേവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനസ്സ് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നൊരു മൊമെൻ്റാണ്. 3 വർഷം അല്ലേ? 3 വർഷം പലർക്കും ഇവിടെ, മിക്കവാറും ആൾക്കാർക്ക് ഒരു കണ്ണടച്ച് തുറക്കും പോലെ അത്ര മനോഹരമായിട്ട് എളുപ്പത്തിൽ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ അതിൽ കുറേ പേര് ഇപ്പോഴും അതിൻ്റെ അകത്ത് സ്ട്രഗിൾ ചെയ്യുന്നവരും ഉണ്ടാവും. അതായത് അത്ര എളുപ്പമല്ലാതെ പോകുന്നവരും ഉണ്ടാവാം. ഈ സിലബസൊക്കെ കണ്ടിട്ട് നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ പറ്റുമോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്നവരും ഉണ്ടാവാം. എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യുക നിങ്ങളോടൊക്കെ ആയിരിക്കും. അങ്ങനെയായിരുന്നു എൻ്റെ തുടക്കം. അല്ലെങ്കിൽ ഈ 3 വർഷത്തെ യാത്രയിൽ എൻ്റെ ജേണി അങ്ങനെയാണ്. ഇവിടുത്തെ ടീച്ചേഴ്സിലായിരുന്നു എൻ്റെ ഈ 3 വർഷവും ഈ എൻ്റയർ ജേണിയിൽ ഏറ്റവും എനിക്ക് കോൺഫിഡൻസ് തന്നിട്ടുള്ള ഇവിടുത്തെ ടീച്ചേഴ്സായിരുന്നു. ഈ യാത്രയിൽ എപ്പോഴും എല്ലാ PTA മീറ്റിങ്ങിനും വരുന്നതും അതിനകത്ത് എപ്പോഴും പലപ്പോഴൊക്കെ ക്രിറ്റിസിസംസും ഒക്കെ പറയുന്നത് ഈ ജേണിയുടെ ഭാഗമാവാനും ഇത് ഇമ്പ്രൂവ് ആവാനും വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അതും നിങ്ങളോടുള്ള കടപ്പാട് കൊണ്ട് തന്നെയാണ്. ഈ ടീച്ചേഴ്സിനോടും ഈ ഇൻസ്റ്റിറ്റ്യൂഷനോടുള്ള കടപ്പാട് തന്നെയാണ് അതെല്ലാം. ഇനിയും മുന്നോട്ട് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരുപാട് പ്രൗഡാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മകന് ഒരു 2 ഖത്തം തീർക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ അവന് വളരെ സിമ്പിളായിട്ട് തന്നെ 2 ഖത്തം തീർത്തു. എല്ലാവർക്കും നമ്മൾ ഇവിടെ ചേർത്തുന്ന സമയത്ത് ഇവരൊക്കെ പറഞ്ഞ പോലെ സിലബസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇതൊക്കെ ഇവർക്ക് പറ്റുമോ? ഒരു 3 ലാംഗ്വേജ് ഒരേപോലെ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവർക്ക് കൺഫ്യൂഷൻ ആവില്ലേ എന്നൊക്കെ. പക്ഷെ അതിനൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സിനോട് തന്നെയാണ്. ഒരു ലാംഗ്വേജിലും അവർക്കൊരു കൺഫ്യൂഷനും ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ കളികളിലൂടെയും തമാശകളിലൂടെയും വളരെ ഈസി ആയിട്ടാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് എല്ലാത്തിനും വളരെ നന്ദിയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളിപ്പം ഹെവൻസിൽ വിടുകയാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. മക്കൾ വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാം പഠിക്കും. തജ്വീദ് അനുസരിച്ച് നല്ല രീതിയിൽ ഓതുന്നുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ നമ്മളുടെ ആ ഏജിൽ ഞാനൊക്കെ ചിന്തിക്കുന്ന നമ്മൾ ആ ഏജിൽ നമ്മളെന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ്. പക്ഷെ അവർ ഈ ഒരു 6 വയസ്സിൻ്റെ ഉള്ളിൽ അവർ ഖത്തം തീർക്കുക എന്ന് പറയുമ്പം വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ്. താങ്ക് യു. Respected dignitaries on the dais, esteemed guests, dear parents, teachers and my dear children, Assalamu alaikum. As we come to the end of this joyful and heartwarming Evans graduation ceremony, it is my proud privilege to deliver the vote of thanks. Today has truly been a celebration of our little ones' growth, confidence and achievements. Watching them step forward with bright smile fills our heart with pride. First and foremost, I would like to express our sincere gratitude to our respected principal, Mr. Jas M.A., manager, Mr. Samir C.K., and vice principal, Mr. O. Ashraf, for the constant guidance and encouragement in making this event a grand success. We extend our heartfelt thanks to our esteemed chief guest, Dr. Ilyas Maulavi and Ms. Rasina Kader, for gracing this occasion with their valuable presence and for their inspiring words. Your encouragement means a lot to our young graduates and to all of us. Thank you all for being a part of this special celebration. Have a wonderful day ahead. Thank you.